നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഔഷധക്കഞ്ഞി കുടിക്കണ്ടേ? കർക്കിടക മാസത്തിൽ എല്ലാവരും ഔഷധക്കഞ്ഞി കുടിക്കും. അതായത് ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഔഷധക്കഞ്ഞി, അതുപോലെ മരുന്നുണ്ട എല്ലാം ഉണ്ടാക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കഴിക്കാറുണ്ട് എല്ലാ കൊല്ലവും. ഞാനിവിടെ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കഞ്ഞി ഉലുവക്കഞ്ഞിയാണ് കേട്ടോ. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട് 2 കൊല്ലം മുമ്പ്. ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരുപാട് വ്യൂസും ലൈക്കും ഒക്കെയുള്ള ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ ഉലുവക്കഞ്ഞി. ഇപ്രാവശ്യം ഞാൻ ഉലുവക്കഞ്ഞി അല്ല വെക്കണത്, നമ്മുടെ കിറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ടുണ്ടാക്കണ ഒരു കഞ്ഞിയാണ് കേട്ടോ. അത് നല്ലത് തന്നെയാണ്. ഇതിന് വൈദ്യശാലകളൊക്കെ, എല്ലാ വൈദ്യശാലകളും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എളുപ്പമായില്ലേ? അപ്പം നമുക്ക് നോക്കാം. ഔഷധ കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു കിറ്റാണിത്. ഈ പ്രാവശ്യം ഇതാണ് വാങ്ങിക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ടിത് ഇങ്ങനെ പങ്കുവെച്ച് തന്നിട്ടുണ്ട് അവർ കേട്ടോ. അതായത് നോക്കൂ, കഞ്ഞി വയ്ക്കാനായിട്ട് നവര അരി, പിന്നെ അതിൽ ചേർക്കാൻ ചെറുപയർ, ഉലുവ, പിന്നെ എള്ള്, ഇത് 3ആണ് ഇതിൽ കേട്ടോ. ഇത് നവര അരിയാണ്. ഈ അരിയുടെ പ്രത്യേകത അറിയാമല്ലോ, ഒരു തവിടുണ്ട് ഇതിൽ. തവിട് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് തവിട്. പണ്ടൊക്കെ നമ്മൾ തവിടൊക്കെ ഇങ്ങനെ തവിട് കൊണ്ട് അട ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അരിയൊക്കെ ചേറ്റുമ്പോൾ നെല്ല് കുത്തി കൊണ്ടുവന്നിട്ട് അരിയൊക്കെ ഇങ്ങനെ ചേറ്റുമ്പോൾ അതിന് തവിട് എടുത്തിട്ട് തിന്നും ഇങ്ങനെ. പിന്നെ പശുക്കൾക്കൊക്കെ നമ്മൾ തവിട് കൊടുക്കും. അവർക്ക് നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു സാധനമാണല്ലോ തവിട്. പിന്നെ പോരാത്തതിന് ഇതിൽ നല്ല ഫൈബറും ഉണ്ട്. ഇതിൽ നല്ല ഔഷധ ഗുണമുള്ള അരിയാണ് നവര അരി. അതിൻ്റെ ഉമി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, തവിട് കളഞ്ഞിട്ടില്ല. ഇത് രണ്ടും കൂടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ വേവിക്കേണ്ടത്. അപ്പോൾ ഈ നവര അരി വേവിക്കാൻ നല്ല പാടാട്ടോ. എത്ര നേരം വെച്ചാൽ ഇത് വേവില്ല, അത്രയും സമയമെടുക്കും വേവിക്കാനായിട്ട് ഈ അരി. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല, ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവാം. ഇന്ന് വൈകുന്നേരം ഇത് വെള്ളത്തിലിട്ട് വയ്ക്കും. വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കും. വേവിച്ചതിന് ശേഷം ഈ സാധനമൊക്കെ ചേർത്ത് ഉപ്പും സാധനമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണം കേട്ടോ. അപ്പം നല്ല കഞ്ഞി കിട്ടും. ഇപ്പം ഈ ഒരു പാക്കറ്റ് ഒരാൾക്കാണ് ഇത്രയും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവൻ വെച്ചാൽ കുറേ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. ഒരാളെ കൊണ്ട് കുടിക്കാനൊന്നും കൂട്ടിയാൽ കൂടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രാജേട്ടനും കൂടിയിട്ട് ഇതാ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പകുതി എടുക്കും. ഓക്കെ, 2 ആൾക്ക് കഴിക്കാം കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ 7 ദിവസത്തേക്കുള്ള ഒരു കിറ്റാണ് ഇത്. ഇതാണ് ഔഷധ പൊടി. ഈ പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ, മരുന്നുകൾ ഉണക്കി പൊടിച്ച പൊടിയാണ്. ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ചതകുപ്പ, കക്കുങ്കായ, പാർവള്ളിക്കിഴങ്ങ്, കൊത്തമ്പാലരി, പെരുംജീരകം, ആശാളി, ജീരകം, അമുക്കുരം, കുറുന്തോട്ടി വേര്, അടപതിയൻ കിഴങ്ങ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കൂടി ഉണക്കി പൊടിച്ച സാധനമാണ് കേട്ടത്. ഒരുപാട് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വെക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് മുൻപായിട്ടൊരു കാര്യം പറയാൻ ഞാൻ വിചാരിച്ചതേ, എൻ്റെ മിനിഞ്ഞാന്ന് ഞാനിട്ട വീഡിയോ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡ്രയറിൻ്റെ വീഡിയോ, എന്നോട് 1-2 പേര് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. കാരണം ആർക്കെങ്കിലും ഉപകരിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് വേണം എന്നാണ് പറയണത്. കാരണം വീട്ടിൽ കൃഷിക്കാരായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ഉണക്കി സൂക്ഷിക്കണമെങ്കിൽ വളരെ സൗകര്യമുള്ള ഒരു സാധനമാണ് ഈ ഡ്രയർ. അപ്പോൾ അതിൻ്റെ വില എത്രയാണ്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ, എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. 24,000 രൂപയാണ് ശരിക്കും GI കൊണ്ടുണ്ടാക്കിയ ഡ്രയറിൻ്റെ വില. ഫാൻ വരുമ്പോൾ കുറച്ചുകൂടി കാശ് കൂടും. അപ്പോൾ ഇതിൽ ഫാനുണ്ട്, പിന്നെ അതിൽ കുറച്ച് സ്റ്റീലിൻ്റെ ട്രേ ഉണ്ട്. അത് കാരണം കൊണ്ട് ഇതിന് ഒരു 33,000 രൂപ വന്നിട്ടുണ്ട്. ഫുള്ള് സ്റ്റീലിൻ്റെ കിട്ടണമെങ്കിൽ 38,000 രൂപ വേണം. ബില്ല് കിട്ടണമെങ്കിൽ പ്ലസ് ടാക്സ് അടയ്ക്കണം. ഞങ്ങൾ ടാക്സ് ഒന്നും അടച്ചില്ല, അങ്ങനെ തന്നെ വാങ്ങുക ചെയ്തത്. 24,000 രൂപയുടെ വാങ്ങുകയാണെങ്കിൽ അതിന് ടാക്സും കൂടി അടച്ചാൽ നമുക്ക് സബ്സിഡി കിട്ടും അത്രേ. അപ്പോൾ ഏകദേശം പകുതി കാശോളം നമുക്ക് ചിലവ് വരുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. നേരത്തെ കൂട്ടിയിട്ട് അപ്ലിക്കേഷനൊക്കെ കൊടുത്താൽ സബ്സിഡി കിട്ടും. 24,000 രൂപയുടെ വാങ്ങുകയാണെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് അതിന് സബ്സിഡി കിട്ടും. അപ്പോൾ ഏകദേശം 12,000 രൂപ 13,000 രൂപയ്ക്ക് ഈ സാധനം നമുക്ക് കൈ കിട്ടും. അങ്ങനെ എന്തായാലും നമ്മുടെ സാധനത്തിൻ്റെ വില ഇതാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വാങ്ങുക. ഞങ്ങൾ വാങ്ങിയത് സ്ഥലം
അങ്കമാലി, അതുപോലെ തന്നെ പെരുമ്പാവൂർ അങ്കമാലിയൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള മഞ്ഞപ്പറ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ തന്നെ പോയി വാങ്ങണമെന്നൊന്നുമില്ല, തൃശ്ശൂരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനായിട്ടുള്ള ഒരു കമ്പനിയാണ് അന്ന ഇൻഡസ്ട്രിയൽസ് എന്ന് പറയായിട്ട്. ഈ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും എഴുതാണ്ടിരിക്കാനായിട്ട്, കമൻറ്റിന് ഉത്തരം എഴുതാണ്ടിരിക്കാനായിട്ട് പറഞ്ഞതാട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ഇത് നമുക്ക് നാളെ കഞ്ഞി വയ്ക്കാനുള്ളതാട്ടോ. 3 പാക്കറ്റ് 1 2 3. ഇത് നവര അരി, കറ്റനരിന്നോ ചുമന്ന തവിടുള്ള അരി എന്നൊക്കെ പറയാം അല്ലേ. നല്ല ഫൈബറൊക്കെ ഉള്ള അരിയാണ്. പിന്നെ ഉലുവ, ചെറുപയർ, എള്ള് 1 പാക്കറ്റിൽ. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. നാളെ വേവിക്കാനായിട്ട് അടുപ്പത്തിട്ട് വേവില്ല അത്, അപ്പോൾ കുറേ സമയം പിടിക്കും. എളുപ്പത്തിൽ വേവാനായിട്ട് ഇന്നത് വെള്ളത്തിലിട്ട് വയ്ക്കാം. നാളെ വിളിച്ചാകുമ്പോഴേക്കും ഇതൊന്ന് പതുക്കെ കുതിർന്ന് കിട്ടും, അപ്പോൾ വേഗം വേവും കേട്ടോ. അപ്പോൾ ചെറുപയർ, എള്ള്, ഉലുവ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇത്തിരി ചെറുപയറും കൂടി ഇടാൻ പോകും ഇതിൽ കേട്ടോ. ഒരു പിടിയും കൂടി ചെറുപയർ ഇട്ടു ഇതിൽ, നമ്മുടെ വീട്ടിലെ ചെറുപയർ ഇതിലിട്ടു. പിന്നെ ഇത്തിരി എള്ളും ഇട്ടു, ഇവിടെ ഉണ്ടായിരുന്ന എള്ള് തന്നെയാണ്, അതിലിട്ടു. ഇത് ഇനി നമുക്കൊന്ന് കഴുകിയിട്ട് കുതിരാൻ വയ്ക്കാം. നന്നായിട്ട് കഴുകിയത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. അത് കുതിരാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. ഇനി ഈ വെള്ളം കളയണ്ട, കാരണം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചതല്ലേ, അതിലിരിക്കട്ടെ. നാളെ നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. ഇതാ നോക്കൂ, ഗുഡ് മോർണിംഗ്. രാവിലെ ഞാനിത് യോഗയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറിൽ അടുപ്പത്ത് വെച്ചു. കുക്കറിൽ ഇപ്പോൾ എങ്ങനെയാണ് വെക്കണം കേട്ടോ, പാത്രത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുതിർന്ന കാരണം കൊണ്ടേ ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ കുക്കറിൽ കുറച്ച് വെള്ളമുണ്ട്, നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് വെന്ത കഞ്ഞി. അതിലേക്ക് നമുക്ക് മറ്റേ പാക്കറ്റ്, 3ാമത്തെ പാക്കറ്റ് പൊടികളാണ്. ഔഷധങ്ങളൊക്കെ കൂട്ടി പൊടിച്ച പൊടികളാണ്. കുറേ ഔഷധങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളുടെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മുടെ പാത്രത്തിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് കാടി വെള്ളം, ശരിക്കും പറഞ്ഞാൽ കാടിയെന്നോ അല്ലെങ്കിൽ ആ അരിയുടെ കളറാണ് ആ വെള്ളത്തിന്, കണ്ടില്ലേ, തവിടിൻ്റെ കളറ്. നന്നായിട്ട് ആ പൊടിയൊക്കെ ഇട്ട്, ഔഷധപ്പൊടിയാണ് അത്, നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ബെസ്റ്റായിട്ട്. ഇപ്പം നല്ല കട്ടിയായിട്ടോ. നമുക്ക് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നാളികേരം ചിരകി വച്ചേക്കണത് ഇടാം. ഇനി അധികം നേരം തിളപ്പിക്കൊന്നും വേണ്ട, ഇത്ര സാധനങ്ങളുള്ളൂ. ഇപ്പം നമുക്ക് കട്ടിയൊന്നും കൂടി വെച്ചു അല്ലേ. പതുക്കെ തിളച്ച് ഞാൻ വാങ്ങാൻ പോവാണ്. വാങ്ങി വെച്ചു. ഇതിലേക്ക് നമുക്ക് ഉപ്പിടണം. ഇതാ, ഇത് നമ്മുടെ റോക്ക് സോൾട്ട്, ചുമന്ന ഉപ്പാണ് ഇടുന്നത് കേട്ടോ. ഇന്ത്യപ്പിടാന്നല്ലേ പറയുക, സാധാരണ ഉപ്പിടില്ല കഷായത്തിൽ. ഇനി നമുക്ക് ഇപ്പോൾ കട്ടിയായിട്ടൊന്നും കൂടി ആ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. നമ്മളിത് കുക്കറിൻ്റെ അടിയിൽ ചേർന്ന വെള്ളം നല്ല വെള്ളം തന്നെയാണ്. വെന്തപ്പോൾ ആവി വന്നപ്പോൾ അതിലേക്ക് പിന്നാക്ക് പോയതാണ് കേട്ടോ, അത് കളർ അങ്ങനെ. ഇനി നമുക്കതിലേക്ക് ഉള്ളി നെയ്യിൽ വറുത്തിടാം. നെയ്യ് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ചു. മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്കിനി അതിലേക്ക് ഇതിടാം. നല്ല സ്വാദുണ്ടാവും. ആയുർ ഘൃതം എന്നാണ് പറയുന്നത്. ഘൃതം എന്ന് വെച്ചാൽ നെയ്യാണ്. നെയ്യ് കഴിക്കണത് ആയുസ്സിന് നല്ലത്രേ, കുറേ ആയുസ് ഉണ്ടാവുമെന്ന് പറയുക. നന്നായിട്ട് ആരോഗ്യം ഉണ്ടാവത്രേ നെയ്യ് കഴിച്ചാൽ. ആയുർ ഘൃതം, ആയുസ് ഘൃതമാണെന്ന്. ഘൃതമാണ് ആയുസ്. അതിലേക്ക് ഒഴിച്ചു ഉള്ളി മുപ്പിച്ചത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് കുടിക്കാം കേട്ടോ. ഇത് നമുക്ക് കുടിക്കാനായിട്ട് ഞാനിത് വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെണ്ടക്കായ മെഴുക്ക് പുരട്ടി 2 പാത്രത്തിലേക്ക് പകർത്തുകയാണ്, എനിക്കും രാജേട്ടനും. കണ്ട് 2 പാത്രത്തിൽ പകർത്തി മേശപ്പുറത്ത് കൊണ്ടുപോയിക്കാണ്. ഇനി ഇതും കൊണ്ടുപോകാം മേശപ്പുറത്തേക്ക്. താഴെ കയ്യിൽ നിന്ന് വീഴാതിരിക്കാൻ പ്ലേറ്റിൽ വെച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇനി നമുക്ക് വിളമ്പാം. ഇത് മുഴുവനും ഒരാൾ കുടിക്കില്ല കേട്ടോ, കഞ്ഞിയാണ്. എങ്കിലും ക്വാണ്ടിറ്റി കൂടുതലാണ്, മുഴുവൻ കുടിച്ച വയർ പൊട്ടി പോലെ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, രാജേട്ടന് പകുതി മതി,
എനിക്ക് 2 പാക്കറ്റ് വെച്ചാൽ എന്തായാലേ? ഒരു പാക്കറ്റ് ഒരാൾക്കാണ് കേട്ടോ അതിൽ പറഞ്ഞേക്കണത്. പക്ഷെ കഴിക്കാനൊന്നും പറ്റില്ല, എനിക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ 2 ആൾ കൂടി ഒരു പാക്കറ്റ് കഴിക്കാൻ തീരുമാനിച്ചേക്കണത്. എൻ്റെ കായപ്പേരി ഉണ്ട്, ഉള്ളിച്ചമ്മന്തി, ഉള്ളി തക്കാളി ചമ്മന്തി കേട്ടോ. മല്ലിയിലേക്ക് ഇട്ട് തക്കാളി ചമ്മന്തി അരച്ചത്, സബോളയും തക്കാളിയും ഒക്കെ കർക്കിടക മാസത്തിലത്തെ ഞാനും കഴിക്കാൻ. രാവിലത്തെ ഭക്ഷണം ചായയും ഇഡ്ഡലിയൊന്നുമല്ല, ഇനി 7 ദിവസത്തേക്ക് ഔഷധക്കഞ്ഞിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. കടകളിൽ നിന്ന് ഇതുപോലത്തെ കിറ്റ് വാങ്ങാൻ കിട്ടും.